Good morning, dear students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് എന്താണ് കോസ്റ്റ്, കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടൻസി തുടങ്ങിയ കൺസെപ്റ്റുകളായിരുന്നു. ഇതെല്ലാം ബേസിക് കൺസെപ്റ്റാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റുകളായിരുന്നു. കോസ്റ്റ് നമ്മൾ പഠിച്ചു, ഏതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു ആർട്ടിക്കിൾ ഓർ തിങ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി വരുന്ന എക്സ്പെൻസ് ആണ്, മണി അട്രിബ്യൂട്ടബിൾ ടു പ്രൊഡ്യൂസ് സംതിങ് എന്നുള്ളതായിരുന്നു കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കോസ്റ്റിംഗ് പഠിച്ചു. കോസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. കോസ്റ്റ് എത്രയാണെന്ന് കണ്ടെത്തുന്നതിനുള്ള പ്രോസസ്സാണ് എന്ത് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ അക്കൗണ്ടിംഗ് സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, കോസ്റ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ളത് എന്തിനാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉപയോഗിക്കുന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു അക്കൗണ്ടിംഗ് സങ്കേതം ഉപയോഗിക്കുകയാണെങ്കിലും അതിനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഫോർ ടു അസർട്ടൈനിങ് കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. എത്രയാണ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സർവീസിൻ്റെ കോസ്റ്റ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് കോസ്റ്റ് അക്കൗണ്ടിങ്, അസർട്ടൈൻ കോസ്റ്റ്. സെക്കൻഡ് വൺ ടു കൺട്രോൾ കോസ്റ്റ് നിയന്ത്രിക്കുക. ചിലപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ ഉണ്ടായിരിക്കാം. അത് കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുകയും സെല്ലിംഗ് പ്രൈസ് കൂടുകയും ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തറിയണം, കോസ്റ്റ് അറിയുക തന്നെ വേണം എന്നുള്ളതാണ്. ഏതൊക്കെ സ്റ്റേജിൽ എവിടെയൊക്കെയാണ് കോസ്റ്റ് വരുന്നത്, അത് ഏതെല്ലാം രൂപത്തിലാണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. ടു കൺട്രോൾ കോസ്റ്റ് എന്നുള്ളതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. തേർഡ് വൺ ടു ഡിറ്റർമൈൻ സെല്ലിംഗ് പ്രൈസ്. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനത്തിൻ്റെ വില തീരുമാനിക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ആദ്യം അറിയപ്പെടണം. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ കോസ്റ്റ് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കോസ്റ്റ് ഓരോ സ്റ്റേജുകളിലൂടെയുള്ള പ്രൊഡക്ഷന് ബന്ധപ്പെട്ട കോസ്റ്റുകൾ നോക്കിയിട്ട് ടോട്ടൽ ഒരു യൂണിറ്റ്, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള കോസ്റ്റ് എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ്, റിക്വയർഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർജിൻ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്തായി പ്രോഫിറ്റ് ലെവൽ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആകും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, കോസ്റ്റ് അക്കൗണ്ടിങ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ടു അസർട്ടൈൻ ദി പ്രോഫിറ്റ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിയിലുള്ള, അതായത് ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് തന്നെ ഡിഫറെൻറ്റ് സ്റ്റേജുകളിലൂടെ പോകുകയാണെങ്കിൽ ഓരോ സ്റ്റേജുകളിലും എത്ര കോസ്റ്റ് വന്നു, അവിടെ എത്ര പ്രോഫിറ്റ് ആഡ് ചെയ്യാം. അതല്ല എങ്കിൽ ഒരു കമ്പനിക്ക് തന്നെ, മാനുഫാക്ചറിങ് യൂണിറ്റിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എക്സ് വൈ സെഡ് തുടങ്ങിയുള്ള വ്യത്യസ്തമായ പ്രൊഡക്റ്റ് ഉണ്ടാവാം. ആ പ്രൊഡക്റ്റുകൾ ഓരോ പ്രൊഡക്റ്റിലെയും പ്രോഫിറ്റ് എത്രയാണെന്ന് കൃത്യം അറിയണമെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ഫിഫ്ത്ത് വൺ ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്. നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനൊക്കെ സപ്പോർട്ടിംഗ് എവിഡൻസ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്ന രൂപത്തിൽ തന്നെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്ഫുള്ളാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനിലൂടെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, ആദ്യം മുതൽ അവസാനം വരെയുള്ള കോസ്റ്റ് എത്രയാണ്, അത് ഡിഫറെൻറ്റ് പ്രോസസ്സുകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് എത്രയാണ് പ്രോഫിറ്റ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്, ടാക്സ് എത്രയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗപ്രദമാണ് എന്നുള്ളതാണ്. ദെൻ സിക്സ്ത് വൺ ടു അസിസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് എന്ത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആക്കണമെങ്കിൽ ഇൻഫർമേഷൻസ് വേണം. ഈ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കോസ്റ്റ് ഷീറ്റിൽ നിന്നും അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട്സുകളിൽ നിന്നും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ എല്ലാവിധ ഇൻഫർമേഷൻസും അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ കഴിയും. സെല്ലിംഗ് പ്രൈസ് ആയാലും കൺട്രോൾ ആയാലും മറ്റെന്ത് കാര്യമായാലും അതിൻ്റെ ഡിസിഷൻസ് എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് മാനേജ്മെൻറ്റിനെ ഹെൽപ്ഫുൾ ആക്കുന്ന ഒന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ടു അസർട്ടൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്, ജോബ്സ് ഓർ വർക്ക്സ് ഓർ നൗഡേയ്സ്. ഒരു കമ്പനിക്ക് തന്നെ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കാം, വ്യത്യസ്തമായ ജോബുകൾ ഉണ്ടായിരിക്കാം, വർക്കുകൾ ഉണ്ടായിരിക്കാം. ഓരോ പ്രൊഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ വർക്കിൻ്റെയും ഓരോ പ്രോസസ്സിൻ്റെയും ലാഭം എത്രയാണോ, പ്രോഫിറ്റബിലിറ്റി,
ലാഭത്തിൻ്റെ തോത് എത്രയാണ് എന്ന് അറിയുന്നതിന് ഈ ഒരു പർട്ടിക്കുലറായ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. 8th one, to provide statistical data for the purpose of submitting quotations or tenders. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പർട്ടിക്കുലർ എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. ആ എക്സ് എന്നുള്ള പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കൊട്ടേഷൻ തരികയാണ് എങ്കിൽ മറ്റൊരു കൺസ്യൂമറോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയോ വേറെ ഏതെങ്കിലും സൊസൈറ്റികളോ വേറെ ആരെങ്കിലും നമുക്കൊരു കൊട്ടേഷൻ തരികയാണ്, ഒരു ടെൻഡർ തരികയാണ്, നിങ്ങൾ കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൊട്ടേഷൻ അവർക്ക് ഓക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ഓർഡർ തരാം. അപ്പോൾ നമ്മൾ കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഇത്ര രൂപയ്ക്ക് വിൽക്കപ്പെടും എന്നുള്ളതിൻ്റെ കോസ്റ്റ് സഹിതമുള്ള കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ നമ്മൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അത്തരത്തിൽ സബ്മിറ്റ് ചെയ്യണം എന്ന് ഉണ്ട് എങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് വേണം. അതിന് വേണ്ട ഇൻഫർമേഷൻസാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്, കോസ്റ്റുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ദ ലാസ്റ്റ് വൺ, ടു കൺട്രോൾ ആൻഡ് റെഡ്യൂസ് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. വേസ്റ്റ് റെഡ്യൂസ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എത്രയാണ് വേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ വേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഓരോ പ്രോസസ്സുകളിലും ഓരോ ആക്ടിവിറ്റിയിലും പ്രൊഡക്ഷൻ്റെ ഓരോ ആക്ടിവിറ്റിയിലും എത്രയാണ് വേസ്റ്റ് എന്നുള്ളത്. എങ്ങനെ വേസ്റ്റ് മനസ്സിലാക്കാം? ദർ വിൽ ബി സം നോർമൽ വേസ്റ്റ്, സ്വാഭാവികമായി സംഭവിക്കപ്പെടുന്ന ലോസുകളും വേസ്റ്റുകളും ഉണ്ടായിരിക്കാം. അതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും വേസ്റ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അബ്നോർമലാണ്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായി നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് ഷീറ്റുകൾ തുടങ്ങിയിട്ടുള്ള കോസ്റ്റ് റെക്കോർഡ്സ് കൃത്യമായി കീപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, വേസ്റ്റ് എത്രയാണെന്നുള്ളതും അത് കൺട്രോൾ ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും കഴിയുള്ളൂ. അതുവഴി എന്ത് ചെയ്യാം, സെല്ലിംഗ് പ്രൈസ് പരമാവധി കുറയ്ക്കാനും കഴിയും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നോക്കുക. ഒന്നാമത് നോക്കുക, നേച്ചർ ഓഫ് അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ആർ അക്കൗണ്ട്സ് ഓഫ് ഹോൾ ബിസിനസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഓഫ് ഹോൾ ബിസിനസ്സിൻ്റെ മൊത്തമായിട്ടുള്ള അക്കൗണ്ട്സാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ഓൺലി എ പാർട്ട് ഓഫ് ദി ഹോൾ അക്കൗണ്ട്സ്. ആ മൊത്തം അക്കൗണ്ടിൻ്റെ ഒരു ഭാഗം മാത്രമേ എന്ത് വരുന്നുള്ളൂ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ജസ്റ്റ് എ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഓർ സപ്പോർട്ടിംഗ് അക്കൗണ്ട്സ് ഫോർ ദി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് നിലകൊള്ളാൻ കഴിയുന്നുള്ളൂ. പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഒരു കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമല്ലല്ലോ, ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. അതെല്ലാം ചേർന്ന് അതിൻ്റെ മൊത്തത്തിലുള്ള ഫിനാൻഷ്യൽ പൊസിഷനും എല്ലാം ചേരുമ്പോഴാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇത്. അതിലെ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ മറ്റു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട കോസ്റ്റുകളെ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള അക്കൗണ്ടിങ് സങ്കേതമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, റിസൾട്ടുകൾ കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡിസ്ക്ലോസസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ദ ബിസിനസ് ആസ് എ ഹോൾ. ബിസിനസ്സിൻ്റെ മൊത്തമായിട്ട് ഏതർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് മൊത്തമായിട്ട് കാണിക്കുന്ന ഒരു സങ്കേതം. അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലോട്ട് വരുമ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സ് ഡിസ്ക്ലോസസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ജോബ് ഓർ പ്രൊഡക്റ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അല്ലെങ്കിൽ ഒരു ജോബ് വൈസ് അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റ് വൈസാണ് എന്ത് ചെയ്യുന്നത്, നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കാണിക്കപ്പെടുന്നത് എവിടെ, കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ തേർഡ് വൺ, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷനാണ് നടക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസ് ആണ് കൺസിഡർ ചെയ്യപ്പെടുന്നു. കോസ്റ്റ് അക്കൗണ്ട്സിലാണെങ്കിൽ ഡീൽസ് വിത്ത് ട്രാൻസാക്ഷൻസ് ആർ റിലേറ്റിംഗ് ടു മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. പ്രൊഡക്ട്സിൻ്റെയും സർവീസസിൻ്റെയും മാനുഫാക്ചറിങ്ങും സെയിലും അതിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ള. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എല്ലാ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസും കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ടൈപ്പ് ഓഫ് കോസ്റ്റ്. ഏത് തരത്തിലുള്ള കോസ്റ്റാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ള. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ഫോർ എക്സാമ്പിൾ എന്നോ പണ്ടോ നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ള മെഷീനറി അതിനിപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, ഡിപ്രീസിയേഷൻ കീപ്പ് ചെയ്യപ്പെടുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ബോത്ത് ആക്ച്വൽ ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും ആണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഇനി വരാൻ പോകുന്ന കോസ്റ്റ്, എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന കോസ്റ്റും അതുപോലെ ആക്ച്വൽ റിയൽ ആയിട്ടുള്ള കോസ്റ്റ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടായിരിക്കാം നമ്മൾ ഇനി കൺസിഡർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 10% നോർമൽ ലോസ് ഒരു പർട്ടിക്കുലർ റോ മെറ്റീരിയൽ എക്സ്പെക്റ്റ് ചെയ്തു, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാറ്റ് ഈസ് എസ്റ്റിമേറ്റ് എല്ലാം കഴിഞ്ഞ് എസ്റ്റിമേഷന് ശേഷം ആക്ച്വൽ കോസ്റ്റ് വരുമ്പോൾ 15% എന്ത് ചെയ്തു, ഈ ഒരു വേസ്റ്റ് കൂടി അല്ലെങ്കിൽ നോർമൽ ലോസ് കൂടി. അങ്ങനെയാണെങ്കിൽ 5% അഡീഷണൽ ആയിട്ടുള്ള
നോർമൽ ലോസ് സംഭവിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, കോസ്റ്റ് കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കപ്പെടുന്നത് ആക്ച്വൽ കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റും മാത്രമേ കൺസിഡർ ചെയ്യപ്പെടുന്നുള്ളൂ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ് കൂടുതലായിട്ടും കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അടുത്തത് ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ബിസിനസ്സും ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡ് പാർട്ടീസും തമ്മിലുള്ള ട്രാൻസാക്ഷൻസിനാണ് കൂടുതൽ പ്രാമുഖ്യം എവിടെ നൽകുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നൽകുന്നത്. ദെൻ കം ടു കോസ്റ്റ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ്. ഒരു കമ്പനിക്ക് ഉള്ളിലുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകളുടെ ട്രാൻസാക്ഷൻസ് മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. ദെൻ അനദർ വൺ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ആണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ടു അസർട്ടൻ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് or correct profit or loss of the business and to show how a true and fair view of the state of affairs of the business. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആണ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. അത് കൃത്യമായിട്ട് കാണിക്കുക, കറക്റ്റായിട്ട് കാണിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ളതും കാണിക്കുക. ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും P&L അപ്രോപ്രിയേഷൻ ഇതിൽ തുടങ്ങിയതിലൂടെയാണ് നമ്മളിത് കൃത്യമായിട്ട് കാണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് പറയുന്നത് ഈസ് ടു അസർട്ടൈൻ ദ ട്രൂ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്നുള്ളത് കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. സെവൻത്ത് വൺ, ജനറലി ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് വൺസ് എ ഇയർ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അത് വർഷത്തിലൊരിക്കൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നു. വർഷത്തിൽ അവസാനം ഇയർ എൻഡിങ്ങിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് ഫർണിഷസ് കോസ്റ്റ് ഡാറ്റ ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ്, ഡെയിലി ആവാം, വീക്ക്ലി ആവാം, അല്ലെങ്കിൽ മന്ത്ലി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, കോസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് ഷീറ്റുകളും കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഫർണിഷ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത പ്രിൻസിപ്പിൾസ് ആണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ ഗൈഡഡ് ബൈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഗ്യാപ്പ് അഥവാ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അതുപോലത്തെ അക്കൗണ്ടിങ് കൺവെൻഷൻസ്, പ്രിൻസിപ്പിൾസ്, IFRS തുടങ്ങിയിട്ടുള്ള കൺവെർജൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ അതിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ബട്ട് ഇൻ കേസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ടൈലർ മെയ്ഡ് ടു സ്യൂട്ട് നീഡ്സ് ഓഫ് സ്പെസിഫിക് ഓർഗനൈസേഷൻ, ഡിവിഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് എക്സെട്ര. ഓരോ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിനും ഡിപ്പാർട്ട്മെൻറ്റിനും അവർക്ക് ഉതകുന്ന രൂപത്തിൽ ടൈലർ മെയ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് അവർ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്തില്ല, ദർ ഈസ് നോ സ്റ്റാൻഡേർഡ് ഓർ യൂണിഫോം പ്രിൻസിപ്പിൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് യൂസ്ഡ് ബൈ ദി കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നയൻത്ത് വൺ, ഇവാലുവേഷൻ ഓഫ് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ഇവാലുവേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തല്ല, എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് അത്രത്തോളം സൂട്ടബിൾ അല്ല എന്നുള്ളതാണ്. ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഹാഡ് ഇവാലുവേറ്റിംഗ് ദ എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ്. ഓരോ സ്റ്റേജിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എത്ര രൂപയ്ക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു, ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള കോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യപ്പെട്ടുള്ള കോസ്റ്റിനേക്കാൾ കൂടുതലാണോ കുറവാണ് എങ്കിൽ നമ്മൾ ഹൈ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഫിക്സ് ചെയ്യപ്പെട്ടുള്ള കോസ്റ്റിനേക്കാൾ കൂടുതൽ കോസ്റ്റിലാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത് എങ്കിൽ ദാറ്റ് ഈസ് അവർ ഇൻഎഫിഷ്യൻസി. അതെല്ലാം കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ അടുത്ത് പറയുന്ന എംഫസൈസ് ചെയ്യുന്നതാണ്, എംഫസൈസ് നടത്തുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് എംഫസൈസിങ് ഓൺ റിപ്പോർട്ടിംഗ് ആൻഡ് നോട്ട് ഓൺ കൺട്രോൾ. ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ദിസ് ഈസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ പർട്ടിക്കുലർ ബിസിനസ്, ദാറ്റ് ഈസ് ഏതർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ലാസ്റ്റ് ഇയർ ഓർ ഫോർ ദിസ് ഇയർ. ഈ ഇയറിൻ്റെ അവസാനം ഇതാണ് പ്രോഫിറ്റ് ഓർ ലോസ്, ഇതാണ് അസറ്റ് പൊസിഷൻ, ഇതാണ് ലാബിലിറ്റി പൊസിഷൻ, ഇതാണ് ക്യാഷ് പൊസിഷൻ എന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ബട്ട് ഇൻ കേസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇറ്റ് എംഫസൈസ് ഓൺ കോസ്റ്റ് അക്കൗണ്ട്സ് ഈസ് ഓൺ കൺട്രോൾ ഓൺ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. എവിടെയെല്ലാം കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസ് എലമെൻറ്റ്സ് ഉണ്ടോ, കോസ്റ്റ് എലമെൻറ്റ്സ് ആണ് ലേബർ, മെറ്റീരിയൽ, ഓവർഹെഡ് തുടങ്ങി. ആ എലമെൻറ്റ്സ് എവിടെയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും, അത് എത്രത്തോളം ഓരോ എലമെൻറ്റും വന്നു എന്നുള്ള ഒരു പർട്ടിക്കുലർ എക്സ് എന്നുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിൽ എത്രത്തോളം മെറ്റീരിയൽ, ലേബർ, അത് എത്രത്തോളം ഓവർഹെഡ് വന്നു എന്നുള്ള പ്രത്യേകമായി അറിയാനും അതിലെല്ലാം കൺട്രോൾ നടത്തുന്നതിനും എവിടെയെങ്കിലും വേസ്റ്റേജ് വന്നിട്ടുണ്ടോ എന്നറിയാനും അതിനെല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിനും എന്ത് ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്.
നെക്സ്റ്റ് പ്രൈസിംഗ് ആണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ഡസ് നോട്ട് ഗൈഡ് ഫോർമുലേഷൻ ഓഫ് പ്രൈസിംഗ് പോളിസി. ഒരു പ്രൈസിംഗ് പോളിസി ഫിക്സ് ചെയ്യാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ത് ചെയ്യില്ല, ഹെൽപ്ഫുൾ അല്ല എന്നുള്ളതാണ്. ബട്ട് ഇൻ കേസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ ടു ഗീവ് പ്രൈസിംഗ് ഫോർ ദ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസിംഗ് പോളിസി ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, വളരെയധികം ഹെൽപ്ഫുള്ളാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ സ്റ്റോക്ക് വാല്യുവേഷൻ ആണ്. ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട് സ്റ്റോക്ക് ഇസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലെസ്. ദാറ്റ് ഇസ് മോസ്റ്റ് ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റോക്ക് വാല്യൂ ചെയ്യപ്പെടുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്, ഇതിൽ ഏതാണോ കുറവ് ആ പ്രൈസിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റോക്ക് വാല്യൂ. ബട്ട് ഇൻ കേസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് സ്റ്റോക്ക് ഈസ് ആൾവേസ് വാല്യൂഡ് അറ്റ് എ കോസ്റ്റ് പ്രൈസ്. എന്താണോ കോസ്റ്റ് ആ കോസ്റ്റിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സ്റ്റോക്ക് വാല്യൂ ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് കോസ്റ്റ് എത്രയാണോ അത് മാത്രം, അതിലെന്തില്ല മാർക്കറ്റ് പ്രൈസ് പറയുമ്പോൾ ദർ വിൽ ബി പ്രോഫിറ്റ് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് വൺ ഫോംസ് ഓഫ് അക്കൗണ്ട്സ്, ഏതെല്ലാം തരത്തിലുള്ള അക്കൗണ്ട്സ് ആണ് എന്നുള്ളതാണ്. അത് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ ഓൺ ദ ബേസിസ് ഓഫ് ഫുൾഫില്ലിംഗ് ലീഗൽ റിക്വയർമെൻറ്റ്സ് ലൈക്ക് ഇൻകം ടാക്സ് ആക്ട്, കമ്പനീസ് ആക്ട് എക്സെട്ര. ഇൻകം ടാക്സ് 1961 അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് 2013 പ്രകാരവുമുള്ള എല്ലാ നിയമപരമായിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസും ഫുൾഫിൽ ചെയ്തുകൊണ്ട് ആയിരിക്കും, കംപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യപ്പെടുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ബട്ട് ഇൻ കേസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ഫോം ഓഫ് ദ ബേസിസ് ഫോർ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്ന രൂപത്തിലുള്ള ഫോർമാറ്റും ഫോമുകളും ആയിരിക്കും അവർ ഉപയോഗിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ഇൻറ്റേർണൽ പർപ്പസ്, only for decision making purpose. That's why it is used the tailor-made principles, the tailor-made forms, etc. Because it is only used for decision making purpose. Okay, these are the some of the differences between financial accounting and cost accounting. Thank you.